നമസ്കാരം. എക്സോട്ടിക് വിങ്ക വെറൈറ്റീസ് സീഡ്സ് എങ്ങനെ മുളപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് ചകിരിച്ചോറും കമ്പോസ്റ്റും ഫംഗിസൈഡുമാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നന്നായി കഴുകി വെയിലത്ത് വെച്ചുണക്കിയ ചകിരിച്ചോറാണ്. ട്രീറ്റഡായ ചകിരിച്ചോറാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഇവിടെ ഞാൻ 3:1 എന്ന അനുപാതത്തിലാണ് ചകിരിച്ചോറും കമ്പോസ്റ്റും ചേർത്തിരിക്കുന്നത്. ചകിരിച്ചോർ ഇതുപോലെ കൈകൊണ്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. ഇതിന് ശേഷം നമുക്ക് കമ്പോസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കമ്പോസ്റ്റ് മുഴുവനായി ചേർക്കണം. ഞാനിവിടെ അല്പമായാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ സാഫ് ഫംഗിസൈഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വിങ്ക വെറൈറ്റീസ് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് യൂസ് ചെയ്യുന്നത് നിർബന്ധമാണ്. നമുക്കിനി ഈ മിശ്രിതം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പോട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 3 പേപ്പർ കപ്പുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പേപ്പർ കപ്പിൻ്റെ താഴെ ഇതുപോലെ ഹോളിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നിറച്ച് കൊടുക്കാം. പേപ്പർ കപ്പിൻ്റെ പകുതി പോർഷൻ മാത്രം പോട്ട് മിക്സ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നനച്ച് കൊടുക്കാം. നന്നായി നനച്ച് കൊടുക്കണം. സീഡ് ഇട്ടതിന് ശേഷം നമുക്കിത് സ്പ്രേ ചെയ്ത് മാത്രമേ കൊടുക്കാവൂ. ഇത് പോൾക്ക ഡോട്ട് വൈറ്റ് എന്ന പേരിലുള്ള ഒരു വെറൈറ്റിയാണ്. ജെർമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സീഡ് ഓവർനൈറ്റ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. 24 മണിക്കൂർ ഇട്ട് വയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി നമുക്കിത് ഓരോന്നായി പാകി കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ സീഡ്സ് പാകിയതിന് ശേഷം ഇതുപോലെ സ്പ്രേ ചെയ്താണ് കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റോ ക്ലിംഗ് ഫിലിമോ ഉപയോഗിച്ച് കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ജെർമിനേറ്റായി കിട്ടും. അതായത് 10 ദിവസം ജെർമിനേഷൻ ടൈം എടുക്കുന്ന ഒരു സീഡ് 5 ദിവസം കൊണ്ട് മുളച്ച് കിട്ടും. കവർ ചെയ്തതിന് ശേഷം നമുക്കിത് ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ട്രസ് ബാസ്ക്കറ്റ് എന്ന സൈറ്റിൻ്റെ ഒരു സീഡ് ജെർമിനേഷൻ മിക്സാണ്. ഞാൻ വർഷങ്ങളായി പെറ്റൂണിയാസ്, വിങ്ക സീഡ്സ് ജെർമിനേറ്റ് ചെയ്യുവാൻ വേണ്ടി ഈ ഒരു പോട്ടി മിക്സാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പോട്ടി മിക്സ് യൂസ് ചെയ്യുമ്പോൾ സീഡ് ജെർമിനേഷൻ റേറ്റ് കൂടുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ട്. നമുക്കിത് നേരത്തെ പോട്ട് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ പോട്ട് ചെയ്യാം. നേരത്തെ യൂസ് ചെയ്ത പോൾക്ക ഡോട്ട് വൈറ്റ് എന്ന സീഡാണ് ഇവിടെയും പോട്ട് ചെയ്യുവാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്കിനി ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് 10 ദിവസത്തിന് ശേഷമുള്ള അപ്ഡേറ്റാണ്. 3 സീഡ്സും നല്ല രീതിയിൽ ജെർമിനേറ്റ് ആയിട്ടുണ്ട്. ഇത് ജെർമിനേറ്റ് ചെയ്യുവാൻ ഏകദേശം 8 ദിവസമാണ് എടുത്തിരിക്കുന്നത്. എക്സോട്ടിക് വിങ്ക വെറൈറ്റീസിൻ്റെ ജെർമിനേഷൻ ടൈം കൂടുതലാണ്. ഏകദേശം 14 മുതൽ 30 ദിവസം വരെ ജെർമിനേറ്റ് ചെയ്യുവാൻ ടൈം എടുക്കാറുണ്ട്. ഇത് ട്രസ് ബാസ്ക്കറ്റിൻ്റെ സീഡ് ജെർമിനേഷൻ പോട്ടി മിക്സിൽ പാകിയ സീഡാണ്. ഇത് ജെർമിനേറ്റ് ചെയ്യുവാൻ 5 ദിവസമാണ് എടുത്തിരിക്കുന്നത്. 4 സീഡും നല്ല രീതിയിൽ ജെർമിനേറ്റായി കിട്ടിയിട്ടുണ്ട്. താങ്ക് യു.